ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ഉണ്ടായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അത് നമ്മൾ അങ്ങനെ അറിഞ്ഞു, നമുക്കറിയത്തില്ല. അതിപ്പോ ഇൻവെസ്റ്റിഗേഷൻ. സെക്യൂരിറ്റി ക്യാബിൻ എന്നൊക്കെ പറഞ്ഞ പത്രങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടിരുന്നു. സെക്യൂരിറ്റിയുടെ മുറിയിൽ നിന്നാണ് ഇത് വരുന്നത്. അതിപ്പോ എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. കെട്ടിട ഉടമയുടെ ഇറഗുലാരിറ്റീസിനെ കുറിച്ച് കുവൈറ്റ് സർക്കാർ പറയുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഭാഗത്തുനിന്ന് അത്യാഗ്രഹം ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ. എങ്ങനെ കെട്ടിട ഉടമയുടെ ഭാഗത്ത് നിന്ന് തെറ്റായ നടപടി ഉണ്ടായത് കുവൈറ്റ് സർക്കാർ ഒന്നും ഉണ്ടായിട്ടില്ല. ചുമ്മാവാറ് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അവര് പറഞ്ഞ അനുസരിച്ച് കേട്ടാ, ഓരോ മുറിയിലും 8 പേരും 10 പേരും താമസിക്കുന്നു. ദേ ആർ ഗ്രീഡി. നെവർ. വി ഡോണ്ട് കീപ് engineers. They will live. Managers, they will live alone. Engineers, they will two. Otherwise, we can keep 4 people as per the international law. 4 square meter per person, or 4 cubic meter. So you are saying it's not overcrowded? Not at all. In the most of the house, the room was only 3 people. So this is 6-story building, and how many rooms were there? Apartment, 24 apartment. Each floor is 24 apartments. 24 apartments. Yeah, these 160 people were living in these 24 apartments. Pardon? These 160 people. Yeah. Were 24 apartment. There is a 3 room. You know. One apartment consists of 3 rooms. Yes. Okay. And you will have a common dining facility. Yes. In each of the floor or each of the. No. There is a building. One dining. Down there is a dining area. And the report said there is a case against the owner of the building plus 2 expatriates. Meaning like. No, that is all. It's up to the investigation. We don't know. Expatriate security. Okay. Expatriates means. Like outside, maybe Indians or. No, we don't know anything about it, and it is not. So you are saying There must be a case, because this is not a small incident. Yeah. So you have been asked to report back to Kuwait or something like that. No. Okay. നിലവിൽ കുവൈറ്റിലെ നിയമ നടപടികൾ എങ്ങനെയാണ് പോകുന്നത്? അവർ ആ കേസും കാര്യങ്ങളൊക്കെ എങ്ങനെ? കുവൈറ്റ് സർക്കാരിന്റെ നിയമ നടപടികൾ ഇൻവെസ്റ്റിഗേഷൻ കാണും. വാട്ട് വാസ് the mistake happened or how it is happened. ഇവിടെ മനഃപൂർവ്വം this building is not very old. You can see that it's a new not new building. It was there are who passed away, they were living in the same building from the beginning. Okay, and it's a central air conditioned building. It's not a window air condition or it's a central air conditioned building, well builded building. Okay. ഈ കെട്ടിട ഉടമയുടെ സ്ഥലങ്ങൾ വേറെയും ജീവനക്കാർ താമസിക്കുന്നുണ്ടോ? അത് കെട്ടിട ഉടമ എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ അല്ല, വേറൊരു. അങ്ങനെ അവർക്ക് പല ബിൽഡിംഗ് ഉണ്ട്, അതിലൊക്കെ താമസിക്കുന്നുണ്ട്. പാർട്ണർഷിപ്പ് അങ്ങനെയൊക്കെയുള്ള ആളുകളാണോ? എങ്ങനെ പാർട്ണർഷിപ്പ്? ഞങ്ങൾ ലീസിന് എടുത്തിട്ടാണ് ഈ ബിൽ ചെയ്യുന്നത്. അവര് ഞങ്ങളുടെ പാർട്ണറാണ്. ആ ബിൽഡിംഗ് അവരുടെയാ. അതൊന്നും അങ്ങനെയില്ല. അത് 2 വർഷം ഓരോ വർഷം ഇങ്ങനെ നമ്മുടെ പാരാമീറ്റേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ബിൽഡിംഗ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് എല്ലാ 3 മാസം കൂടിയിരിക്കുമ്പോഴും നമ്മുടെ ആൾക്കാർ, ഞങ്ങളുടെ സേഫ്റ്റിയുടെ ആൾക്കാർ, ഇപ്പം ഇന്നലെ എന്നെ മോൻ കാണിച്ചത്, നമ്മളവിടെ ചെല്ലുമ്പോൾ ഇവര് ദൈവങ്ങളുടെ പടം വെച്ച് സാമ്പ്രാണി കൊടുത്തും അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് ഇമ്മീഡിയറ്റ്ലി എടുത്ത് മാറ്റാൻ പറയാം. നമ്മൾ തൊടത്തില്ല, അവരോട് പറയും ഇമ്മീഡിയറ്റ്ലി എടുത്ത് നോട്ട് കൊടുത്തേച്ചാൽ എന്നിട്ട് 2 ദിവസത്തിനകം റീച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണരുത്. അങ്ങനെയൊക്കെയുള്ള അതിപ്പം നാച്ചുറൽ. നമ്മളിപ്പം ദൈവത്തെ പൂജിക്കുന്നവരും ദൈവത്തെ അങ്ങനെ, പക്ഷേ അത് അങ്ങനെ ഒന്നും കാര്യങ്ങൾ സമ്മതിക്കില്ല. ഒരു ഹീറ്റർ അവിടെ വെക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒന്നും. ഞങ്ങൾ വളരെ കെയർഫുൾ. ഞങ്ങൾ സേഫ്റ്റി വളരെ കൺസേൺ ആണ്. വി ആർ വർക്കിംഗ് ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ്, KUC, KNBC, ഷെവറോൺ, അങ്ങനത്തെ കമ്പനികളിൽ, അബുദാബി, സൗദി, അറാംകോ, അഡ്നോക്ക്, അങ്ങനെയുള്ള വർക്ക് അവിടെയൊക്കെ സേഫ്റ്റി ഭയങ്കരമുണ്ട്. ഇതിപ്പം
this what happened. It's very unfortunate. And ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ? ഇൻവേഷന് മുമ്പ് ഞങ്ങൾക്ക് 28,000 ആൾക്കാരുണ്ടായിരുന്നു. ഈ ഇൻവേഷൻ അല്ല, സോറി, കോവിഡിന് ഞങ്ങൾ ഒരു കമ്പനി മാത്രമാണ് ആൾക്കാരെ റിപ്പാട്രിയേറ്റ് ചെയ്തത്, ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട്.